കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പതനത്തെ അഭിമുഖീകരിക്കുകയാണ് CPM. ആ സമയത്ത് പ്രതാപകാലത്ത് ഈ പാർട്ടിയെ നയിച്ച ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന നേതാക്കൾക്കൊക്കെ എന്ത് പറയാനുണ്ട് എന്നുള്ളത് പ്രസക്തമാണ്. ഇന്നിപ്പോൾ പാലോളി മുഹമ്മദ് കുട്ടിയുടെ പ്രതികരണം കണ്ടു. അദ്ദേഹം പറയുന്നത് തളിപ്പറമ്പിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പാർട്ടിക്ക് തെറ്റുപറ്റി, മുതിർന്ന CPM തെറ്റുപറ്റിയെന്ന് അദ്ദേഹം പറയുന്നു. പാർട്ടി കമ്മിറ്റികളിൽ നിർഭയമായ അഭിപ്രായം പറയാമെന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രസ്താവന മോശമാണെന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. നിഷാദ്, എന്ത് തോന്നി പാലോളിയുടെ പ്രതികരണം? പാലോളി മുഹമ്മദ് കുട്ടി അതിനകത്ത് ഈ തളിപ്പറമ്പിലെ കാര്യം പ്രത്യേകമായി പറയുന്നുണ്ടല്ലോ. അത് ഒരു പുനഃപരിശോധന ആവശ്യമുള്ള വിഷയമാണ് അദ്ദേഹം പറയുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. നാട്ടിലാകമാനം പാർട്ടിയുടെ പിന്തുണ നഷ്ടപ്പെട്ടിട്ടില്ല, ഓരോയിടത്തും ഓരോ പ്രശ്നമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ ഓരോയിടത്തും ഓരോ പ്രശ്നമാണ്. തളിപ്പറമ്പിലെ പ്രശ്നം ഒന്ന്, പയ്യന്നൂരിലെ പ്രശ്നം ഒന്ന്, അമ്പലപ്പുഴയിലെ പ്രശ്നം വേറെ, അങ്ങനെ തന്നെ എടുക്കാം. ഇപ്പോൾ തളിപ്പറമ്പിലെ പ്രശ്നം എടുത്താൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ എന്ന് പറയുന്ന ആൾ PK ശ്യാമള സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ എന്ന കപ്പാസിറ്റിയിൽ മാത്രമല്ല ഒരു പാർട്ടി പ്രവർത്തകയും നേതാവുമാണ്. അവർക്ക് മത്സരിക്കാൻ യോഗ്യതയും അർഹതയും ഒക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ PK ശ്യാമള മത്സരിക്കുന്നത് തെറ്റായ സന്ദേശം കൊടുക്കുമെന്നും പാർട്ടി പ്രവർത്തകരിൽ ആത്മവിശ്വാസക്കുറവുണ്ടാക്കും, ജനപിന്തുണയെ അത് ബാധിക്കുമെന്നൊരു ചർച്ച പാർട്ടിയിൽ ആകമാനം ഉയർന്നു വന്ന ഒന്നാണ്. ഒന്ന്, പാർട്ടി കമ്മിറ്റികൾക്കകത്ത് വിയോജിപ്പുണ്ടായി. പുറത്തു നിൽക്കുന്ന അണികളും അല്ലെങ്കിൽ അനുഭാവികളുമെല്ലാം ഈ സ്ഥാനാർത്ഥിത്വം ഗുണമല്ല ചെയ്യുക എന്ന നിലപാട് പറഞ്ഞതിന് ശേഷവും എന്ത് ചെയ്തു? ആ സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കണമെന്നൊരു വല്ലാത്ത വാശി CPMന്റെ നേതൃത്വം, പ്രത്യേകിച്ച് MV ഗോവിന്ദൻ മാഷിന്റെ നേതൃത്വത്തിൽ എടുത്തു എന്നാണ് അവിടുത്തെ പ്രശ്നം. ആ പ്രശ്നം സീരിയസ് പ്രശ്നമാണ്. അവർക്ക് യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തളിപ്പറമ്പിൽ ഗോവിന്ദൻ മാഷ് മാറി പകരം അദ്ദേഹത്തിന്റെ ഭാര്യ കൂടിയായിട്ടുള്ള ഒരു നേതാവ് ഒന്ന് മത്സരിക്കുന്നത് നല്ലതല്ല എന്നൊരു ചർച്ച കമ്മിറ്റികളിൽ ഉണ്ടായി വന്നപ്പോൾ ആ തീരുമാനത്തെ ആകമാനം മറികടക്കുന്ന ഒരു തീരുമാനം എടുത്തു. കമ്മിറ്റികളുടെ പൊതുവികാരത്തെ, മണ്ഡലത്തിൻ്റെ പൊതുവികാരത്തെ പരിഗണിച്ചിട്ടില്ല എന്ന പ്രശ്നം. അത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യയെ വേണമെങ്കിൽ മാറ്റി നിർത്താം. TK ഗോവിന്ദന് സ്ഥാനാർത്ഥിയാവാൻ ആഗ്രഹമുണ്ടോ? അദ്ദേഹത്തെ മാറ്റി നിർത്താം. എന്നിട്ട് മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കിയാൽ പോലും ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. അങ്ങനെ ഒരു സമവായത്തിൻ്റെ ആലോചന പോലും നടത്താതെ ശ്യാമള തന്നെ സ്ഥാനാർത്ഥിയാവണം, അവർ നിൽക്കും, അവർ ജയിക്കും, പ്രത്യേകിച്ച് തളിപ്പറം പോലെയുള്ള നമ്മുടെ സ്ട്രോങ് ഹോൾഡിൽ നമുക്കൊന്നും നോക്കാനില്ല എന്ന് പറയുന്ന അമിതാത്മവിശ്വാസം അവിടെ പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പാലോളി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പ്രധാനപ്പെട്ടതാണ്. ഓരോ മണ്ഡലത്തിലും അമ്പലപ്പുഴയിൽ സുധാകരൻ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചു? അമ്പലപ്പുഴയിൽ സുധാകരൻ വരുത്തുന്ന പ്രശ്നം സുധാകരൻ അടക്കമുള്ള സീനിയർ ഹാൻഡ്സിനെ മുഴുവൻ വെട്ടിക്കളഞ്ഞുകൊണ്ട് പ്രത്യേക താല്പര്യക്കാരെ കൊണ്ടുവരാൻ നടത്തിയിട്ടുള്ള ശ്രമം എന്ന ആക്ഷേപം, അത് വളരെ സജീവമായിട്ടുള്ള ഒരു ആക്ഷേപമാണല്ലോ. അതിൻ്റെ ഒരു ഡിവിഡൻ്റാണ് ആർക്ക് കിട്ടിയത്? സുധാകരന് കിട്ടിയത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ജയിച്ചു വന്ന പലരെയും, KK ശൈലജയെ മാറ്റി നിർത്തിയ ആളുകൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു, സുധാകരനെ മാറ്റി നിർത്തിയ അതൃപ്തി ഉണ്ടായിരുന്നു, ഐസക്കിനെ മാറ്റി നിർത്തിയ അതൃപ്തി ഉണ്ടായിരുന്നു. ആ അതൃപ്തിയുടെ ആകമാനം ഗുണമാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. പയ്യന്നൂരിലേക്ക് വരും, പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് പോലുള്ള പ്രശ്നമാണ്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്ന് പാലോളി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തെ പോലെ സീനിയർ ലീഡർ ആദ്യമായിട്ട് വന്നിട്ട് തിരുത്തേണ്ട സംഗതികളെക്കുറിച്ച് ഓപ്പണായി പറയുന്നു. നല്ലതാണ്. CPMന് ഒരു പക്ഷേ കുറച്ചുകൂടി ഒരു തുറസുണ്ടാക്കി കൊടുക്കുമായിരിക്കും ഈ വിമർശനം എന്നാണ് എനിക്ക് തോന്നുന്നത്. തിരുത്താനൊരുങ്ങുന്ന പാർട്ടിക്ക് പാലോളി പറയുന്നതിന് സീരിയസ് ആയി എടുക്കേണ്ടതില്ല. പാലോളി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പാലോളി ഇതുപോലെ ഒരു പ്രസ്താവന നടത്തി. അത് ജമാഅത്തെ ഇസ്ലാമിനെ എന്തിനും ജമാഅത്തെ ഇസ്ലാമി ക്രെഡിറ്റ് കൊടുക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഇവർ മുഖവിലേക്ക് എടുത്തിട്ടില്ല. അതിനുശേഷവും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഇതേ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു അക്ഷരം മിണ്ടുന്നില്ല. പിണറായി വിജയൻ്റെ പ്രസ്താവനയിലില്ല, CPM ഇറക്കിയ പ്രസ്താവനയിലില്ല, M സ്വരാജിൻ്റെ പ്രസ്താവനയിലില്ല, ആരും പറയുന്നില്ല ജമാഅത്തെ ഇസ്ലാമിയാണ് ഇപ്രാവശ്യം നിങ്ങളെ തോൽപ്പിച്ചത് എന്ന് പറയുകയേ ചെയ്തിട്ടില്ല. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പാലോളി പറഞ്ഞ ഈ വാക്ക് മുഖവിലേക്ക് എടുത്തിരുന്നെങ്കിൽ അവർക്ക് ഒരു പക്ഷേ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാമായിരുന്നു. ഇപ്പോൾ പാലോളി പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം CPMൽ ഏറ്റവും സത്യസന്ധനായ ഒരു നേതാവാണ് പാലോളി മുഹമ്മദ് കുട്ടി. അദ്ദേഹം വളരെ ഫ്രാങ്കായിട്ട് അദ്ദേഹം സംസാരിക്കുകയുള്ളൂ. പാർട്ടിക്ക് വിധേയനായിക്കൊണ്ട് തന്നെ പറയാനുള്ള ഒരു ആർജവം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇന്ന് പറഞ്ഞ കാര്യം നമ്മൾ വളരെ ആ രീതിയിലാണ് നമ്മൾ അതിനെ എടുക്കേണ്ടത്. കാരണം ഈ വളരെ സ്പെസിഫിക്കായിട്ട് ഈ തളിപ്പറമ്പിലെ ഇഷ്യൂ അയാൾക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. അദ്ദേഹം പറഞ്ഞത് പിന്നീട് പറഞ്ഞത്, അതായത് നിർഭയമായി പാർട്ടി കമ്മിറ്റികൾ പറയാൻ അവസരം കൊടുക്കും എന്ന് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞല്ലോ. അത് പറഞ്ഞത് മോശമായി, ഇപ്പോൾ ഇപ്പോഴേ നിർഭയത്വം ഉണ്ട് എന്നുള്ളത്. ആ നിർഭയത്വം അദ്ദേഹം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായി ആ മെസ്സേജ് അദ്ദേഹം വാക്കുകൾ. പിന്നെ ഒരൊറ്റ കാര്യം, ഈ അവിടുത്തെ ജനങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല, വോട്ടർമാരെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് CPMൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ശ്രീമതി ടീച്ചറുടെ പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന്. ശ്രീമതി ടീച്ചർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാരണം ശ്രീമതി ടീച്ചർ ഇവിടെ പയ്യന്നൂരിലാണോ തളിപ്പറമ്പിലാണോ എന്നറിയില്ല, പ്രസംഗിക്കുന്നതിനിടയ്ക്ക് ശ്രീമതി ടീച്ചർ എന്തോ വളരെ കൈയടിക്കേണ്ട ഒരു പ്രസ്താവനയോടെ പറഞ്ഞു. ഒരൊറ്റ കുട്ടി കൈയടിച്ചില്ല. നൂറുകണക്കിന് ആളുകൾ. എന്നിട്ട് ശ്രീമതി ടീച്ചർ ചോദിക്കുക, എന്താ നിങ്ങൾ കൈയടിക്കാത്തൊന്ന് കൈയടിക്കൂ എന്ന് പറയുമ്പോൾ ആൾക്കാർ കൈയടിക്കുകയാണ്. ആ പോയിന്റിൽ ശ്രീമതി ടീച്ചർ മനസ്സിലാക്കണമായിരുന്നു ഈ തളിപ്പറമ്പിൽ ഞങ്ങൾ തോക്കുമെന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുപോലും കഴിയാത്ത നേതാക്കന്മാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ നയിച്ചത്. പിന്നെ ഇങ്ങനെ തോക്കാതിരിക്കും. പാലോളിയുടെ വാക്കുകൾ എങ്ങനെ എടുക്കുന്നു? പാലോളിയുടെ വാക്കുകൾ ഒരു ഓപ്പണർ ആവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓപ്പണർ ഇൻ ദി സെൻസ്, അതായത് അദ്ദേഹം പറഞ്ഞു ഇനി മറ്റു ചിലർക്ക് കൂടി പറഞ്ഞു കളയാം, പാർട്ടി വേദികളിലെങ്കിലും ശബ്ദം ഉയർത്താമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പാലോളി മുഹമ്മദ് കുട്ടി മുഖ്യധാര പാർട്ടിയിലില്ല. അദ്ദേഹം വിശ്രമം ചെയ്ത് നയിക്കുന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹം
ഇപ്പോൾ നിഷ പറഞ്ഞ പോലെ ഓരോ പ്രദേശത്തും ഓരോ പ്രശ്നമാണെങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം കോർ ഒന്നാണ്, കാരണം ഒന്ന് തന്നെയാണ്. ആ കാരണത്തിൽ അദ്ദേഹം സ്പർശിക്കുന്നേ ഇല്ല. എന്താണ് ഇതിൻ്റെ പ്രശ്നം ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം? ഒരു പാർട്ടി കമ്മിറ്റിയിലെ ആളുകൾ എതിർപ്പ് ഉയർത്തിയിട്ടും സെക്രട്ടറിയുടെ ഭാര്യ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി എന്തുകൊണ്ട് തീരുമാനിക്കുന്നു? അതിൻ്റെ കാരണം എന്താണ്? ആ കാരണത്തിൽ അദ്ദേഹം തൊടുന്നില്ല. അത് അദ്ദേഹം തൊടാത്തതിന് കാരണം അദ്ദേഹം പാർട്ടിയെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരാമർശം നടത്തിയാൽ അത് പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കുമെന്ന് കരുതിയാണ് ഒട്ടുമിക്ക സഖാക്കളും അത് തന്നെയാണ് ചെയ്യുന്നത്. ആ കാരണത്തിൽ തൊടാതെ, വിമർശനം ഉയർത്താതെ ആളുകൾ നിൽക്കുന്നത് ഒന്ന് പിണറായിയോടുള്ള ഒരു ഭയം കലർന്ന ബഹുമാനം, മറ്റൊന്ന് പാർട്ടിക്ക് അത് ഡാമേജ് ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ടാണ്. പാർട്ടി അത്രയധികം സഖാക്കൾ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കിട്ടിയൊരവസരം, ആ അവസരം എവിടെയാണ് കിട്ടിയത്? പയ്യന്നൂരും തളിപ്പറമ്പ് ഒരു അവസരം കിട്ടി, അത് ആരും കാണില്ല. പിണറായി അറിയില്ല വോട്ട് ചെയ്തത്, ഞാൻ വോട്ട് ചെയ്തോ ഇല്ലെന്ന് അറിയില്ല, ആഞ്ഞു കുത്തി. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അതവിടെ മാത്രമല്ല, മറ്റ് പല മണ്ഡലങ്ങളിലും UDF ഇത്രയധികം വോട്ട് കിട്ടാൻ എന്താ കാരണം? വോട്ട് പേഴ്സൻറ്റേജിൽ വ്യത്യാസം നോക്ക്. വോട്ട് പേഴ്സൻറ്റേജ് വ്യത്യാസം നോക്കിയാൽ അറിയാം. LDF ഉറച്ച വോട്ടുകൾ UDF വന്നിട്ടുണ്ട്. ഉറച്ച വോട്ടുകൾ, സ്വിംഗ് വോട്ട് മാത്രമല്ല, ഉറച്ച വോട്ടുകൾ പോലും ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആളുകൾ അവരുടെ അഭിപ്രായം നിർഭയത്തോടെ രേഖപ്പെടുത്തിയത് ഇലക്ഷനിലാണ്. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് പാർട്ടി സമ്മേളനങ്ങൾക്കാണ്. പാർട്ടി സമ്മേളനങ്ങൾ വരും, അവിടെ എന്ത് സംഭവിക്കും? അവിടെയും ശബ്ദം ഉയർന്നില്ലെങ്കിൽ CPM കാര്യം കഷ്ടം എന്നുള്ളതാണ്.